ഹലോ ഗായ്സ്, ഇതൊരു ഈവനിങ് വ്ളോഗാണ്. സത്യത്തിൽ വ്ളോഗ് എടുക്കാനുള്ളൊരു പ്ലാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷേ വീഡിയോസ് എടുത്ത് വന്നപ്പോൾ ഒരു വ്ളോഗ് ഇടാൻ മാത്രമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബേപ്പൂർ ബീച്ചിലേക്കാണ് പോണത്. ശ്രീനാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെ പുറത്തേക്ക് പോണത് പതിവാണ്. ഞങ്ങൾ മാത്രമല്ല, കാറിൽ വേറെയും കുറച്ച് ടീംസ് ഉണ്ട്. ഞങ്ങൾക്ക് പക്ഷേ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞതായിരുന്നു. എപ്പോൾ ഇവിടെ നാട്ടിൽ വന്നാലും ഞങ്ങൾ കൂടുതലും കോഴിക്കോട് ബീച്ചിലാണ് പോവാറ്. പക്ഷെ ഇപ്പോൾ അവിടെയും കണ്ടു മടുത്ത് വേറെ ഏതെങ്കിലും സ്പോട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്തവണ ബേപ്പൂർ ബീച്ചിലേക്ക് വന്നത്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ബോട്ട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ കാര്യമായിട്ട് വന്നത് ഉപ്പിലിട്ടത് കഴിക്കാനാണ്. ഞങ്ങൾ 2 വീലറിലായതുകൊണ്ട് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കാറിലുള്ളവരൊക്കെ ബ്ലോക്ക് കുടുങ്ങിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർ വരുമ്പോഴേക്കും ഒരു ഐസ് വരുതി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും എല്ലാവരും എത്തി. ഇനി അടുത്ത് ഞങ്ങൾ ബോട്ടിങ്ങിന് പോവുകയാണ്. ഫസ്റ്റ് തന്നെ സ്പീഡ് ബോട്ടിൽ കയറണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സ്പീഡ് ബോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര സ്പീഡ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ആ ചേട്ടൻ ഓൾറെഡി പറഞ്ഞ് ഫോൺ വെള്ളത്തിൽ പോയാൽ ഞാൻ ഉത്തരവാദിയല്ലാന്ന്. പക്ഷെ നമുക്ക് വീഡിയോ എടുത്തേ പറ്റൂ. സ്പീഡ് ബോട്ടിൽ അവർ നമ്മളെ കടലിൻ്റെ കുറച്ച് ഉള്ളോട്ട് കൊണ്ടുപോയി ബോട്ട് നിർത്തിയിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തരും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം, കാരണം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്തത് ഞങ്ങൾ ഈ ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു സംഭവത്തിലാണ് കയറിയത്. സൺസെറ്റ് ഞങ്ങൾ കണ്ടത് ഈ ഒരു ഹൗസ് ബോട്ടിൽ നിന്നാണ്. ഇവർ നമ്മളെ കടലും കായലും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇതിൽ നമ്മളെ കൊണ്ടുപോവുക. ആരൊക്കെ പറഞ്ഞേ? മാമ മാമ അല്ല, അച്ഛന്റെ മൊബൈൽ അച്ഛനെടുത്ത് അങ്ങനെ നല്ല അടിപൊളി സൺസെറ്റ് ഹൗസ് ബോട്ടിൽ നിന്ന് കണ്ടിട്ട് ഫൈനലായിട്ടൊരു സെൽഫിയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തത് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് ഓർഡർ ചെയ്ത് അത് വരാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈം കുറച്ച് ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് അവിടെ ചില്ലി ഈറ്റിംഗ് ചലഞ്ച് നടത്തി. കഴിക്കാൻ പോണത് ഞാനല്ല, ഇതാ ഇവർ രണ്ടുപേരും. ോ